അപ്പച്ചാ അറിയാച്ചാ ഓ അപ്പച്ചൻ പോയി കഞ്ഞി കുടിച്ചു വരാം. ഇവത്തേനുള്ള മാറാതെ നിന്നോണം. ആ ശരി. കണ്ണ് തെറ്റിയായി ഇവര് സ്വര പറഞ്ഞോണ്ട് നിൽക്കും. ആ ആ എന്റെ കർത്താവേ, ചതിച്ചോ? വഴി വഴി വിത്തകളെ ഇവിടുന്ന് ഓടിക്കാൻ ഒരു കോശാരകളും ഇല്ലേ ഇവിടെ? നെല്ല് തിന്ന് തിന്ന് നിന്റെയൊക്കെ വയറ് 10 മാസത്തെ പെണ്ണിനെ പോലെ വീർത്തല്ലോ. എടി പെണ്ണേ, എന്നാത്തിന് അപ്പച്ചൻ ഇങ്ങനെ ഇരുന്ന് ബഹളം വെക്കുന്നേ? നീ ഇതെവിടെ വായ നോക്കി നിൽക്കായിരുന്നു? ഞാൻ അപ്പുറത്ത് നിന്നെ ചത്തുപോയതല്ല പുഴുക്ക് തിന്നാൻ നിൽക്കായിരുന്നു. എന്നത്തിന് എപ്പോഴും മരിച്ചുപോയി എന്റെ അമ്മച്ചെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേ? പറയൂടെ പറയും. ഒന്നിന് പിറകെ രണ്ടെണ്ണത്തിന് ഈ കയ്യിലോട്ട് പെറ്റിട്ട് എന്നിട്ടല്ല നിന്റെ തള്ള കർത്താവിന്റെ വലത്ത് ഭാഗത്തോട്ടിരിക്കാൻ പോയത്. എന്നിട്ട് നിന്നെയൊക്കെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് എന്തിന് ഈ ചേല ഉടുക്കാൻ പഠിപ്പിച്ചത് പോലും ഞാനാ. അറിയോ നിനക്ക്? അപ്പച്ചന് ചിക്കേണ്ടി രസിക്കാതെ പോയി കഞ്ഞോളം വെക്കടി. ഈ അപ്പച്ചനെ കൂടെ തോറ്റു. ആ തോക്കും. വളർത്തി എടുത്തവർക്കല്ലേ അതിന്റെ വിഷമം അറിയൂ. അല്ല വല്ല കുടുംബത്തിൽ പോയി നിൽക്കേണ്ട പെക്കൊച്ചല്ലയോ? ഓ എരണക്കേട്. ആ ചൂല് മുമ്പിൽ നിന്ന് മാറ്റന്റെ കുഞ്ഞേലി. ഒരു ചൂല് കൈ കിട്ടിയ ഗീവർഗീസ് പുണ്യാണ് കുന്തോ പിടിച്ചോണ്ട് നിൽക്കണ വെറുതെ ഇങ്ങനെ അങ്ങ് നിന്നോളും. ഈ അടിയല്ലാതെ തടിയല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്താ എല്ലൊന്നും ഊരി പോകത്തില്ലല്ലോ. വായിന് നല്ല ഒന്നും വരത്തില്ലല്ലോ. അതെങ്ങനാ? വിത്ത് ഗുണം 10 ഗുണമെന്നല്ലേ പറയാ? എന്റെ തന്തയ്ക്ക് പറയാനോ? എന്റെ അപ്പം വിതച്ചതാ. ഒന്നും പാഴ്മുളയായി പോയിട്ടില്ല. ആ മുള്ളിയപ്പത്തെറിച്ച് ബന്ധവും പറഞ്ഞുകൊണ്ട് ഇവിടെ കയറി വന്നപ്പോ പിടിച്ച് നിർത്തിയോണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ എന്റെ തന്തയ്ക്ക് പറയണേ? ഇവിടെ കയറി വന്നില്ലായിരുന്നെങ്കിൽ എവിടെയെങ്കിലും പോയി ചുരുണ്ട് കിടന്ന് ചത്തേനെ. ആ കാന്താരമുള്ള എവിടെ കൊണ്ടുവരുന്നു. എന്താ കറി ഉണ്ടെങ്കിലും കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഈ അപ്പച്ചന് കഞ്ഞി ഇറങ്ങത്തുള്ളൂ. എന്നാ പിന്നെ തിരുതമുട്ട കൂട്ടി കുടിക്കാരി. അപ്പം പാടത്തും പറമ്പിലും കിടന്ന് എല്ലുമുറിയെ പണിയെടുത്ത് ഈ കണ്ടതെല്ലാം ഉണ്ടാക്കിയെടുത്തത് ഈ കാന്താരി മുളകും പഴങ്കഞ്ഞി കുടിച്ചിട്ടാടി. ഇപ്പൊ നിനക്കൊന്നും അത് പിടിക്കത്തില്ലല്ലോ. പണ്ട് കാന്താരി മുളക് കൂട്ടി കഞ്ഞി കുടിച്ചു എന്ന് കരുതി ഇപ്പോഴും അങ്ങനെ തന്നെ കഴിയണമെന്നാണോ? നിർത്തടി മേഖലക്കാരി. ഒന്നും എടുത്തില്ലേ? ഓ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കോപ്പുമില്ല. എന്തിനാ ഈ കടയും തുറന്നു വെച്ചോണ്ടിരിക്കുന്നേ? അടച്ചു പൂട്ടി വേറെ വല്ല ജോലിക്കുമ്പോ എല്ലാ സാധനങ്ങളും ഉള്ള കടയിൽ നിന്ന് ഞാൻ എടുത്തോളാം. എന്ത് സാധനം അവിടെ ഇല്ലാത്ത? ജീവന്റെ അപ്പം എന്താ ഉണ്ടോ? കുറച്ചെടുക്കാൻ. കപ്പ്യാരിയേട്ടിന് ഉടുപ്പൊന്ന് പൊക്കി ഞാൻ കാണിച്ചു തരാം ജീവന്റെ അപ്പം. അയ്യേ വന്ന് വന്ന് പെണ്ണുങ്ങൾക്ക് ഇപ്പൊ എന്ത് തമാശയും പറയാന്നായി. ഇപ്പത്തേക്ക് നാണോ ഇല്ലേ? ഞാൻ ഉടുപ്പ് മാറ്റിയാൽ എന്ത് കാണാനാ? ഇതുപോലെ പലതും കണ്ടേക്കും. ഇതൊക്കെ അങ്ങനെ നാണമില്ലല്ലോ കപ്പ്യാർക്ക്. ഇങ്ങനെ ഒരു കപ്പ്യാര് ഈ ഇടവഴിക്ക് തന്നെ നാണക്കേടാ. എന്ത് ചെയ്യാനാ പിള്ളേര്? കുടുംബം വേണ്ട വേണ്ട, ഇനി കഥനാതെ ഒന്നും കേക്കണ്ട. കുടുംബം മുഴുവനും പട്ടിണിയിലാണ്. വിനോടി 4ാമതും ഗർഭിണിയാണ്. അവക്കിപ്പോ 4 മാസായി. 3 പിള്ളേരും 2 ഭാര്യമാരെയും പോറ്റണ്ടേ? ഇതൊക്കെയല്ലേ കപ്പേരേട്ടൻ പറയാൻ പോണത്. വാട്ട് എ സർപ്രൈസ്. എന്നേക്കാൾ നന്നായി എന്റെ കാര്യങ്ങൾ ഇവർക്കറിയാം. ക്ലവർ ബോയ്. അപ്പച്ച ഒന്ന് നിന്നേ. അപ്പച്ചനെ ഞാൻ കാറി കൊണ്ടുവിടാം. ഈ 4 വാര ദൂരെ കിടക്കുന്ന പള്ളിപ്പാന്നിന്റെ അമ്മായിയമ്മയുടെ കാറ് കാലത്ത് എന്നെ കൊണ്ടൊന്ന് പറയിക്കല്ലേ കേട്ടോ. പിന്നെ എന്നാത്തിന് ഇത്രയും കാർ ഇവിടെ മേടിച്ചിട്ടിരിക്കുന്നേ? ഉള്ളക്കാലത്തേക്ക് കോളേജിൽ ഇപ്പൊ കാറില്ലാതെ പറ്റുമോ? പെട്രോളിന് തീ പിടിച്ച വിലയുള്ള ഈ സമയത്ത് തൊട്ടേനും പിടിച്ചതിനൊന്നും ഇവിടെ ആരും കാറ് കയറി നിരങ്ങണ്ട. അയ്യോ ഈ അപ്പച്ചന്റെ ഒടുക്കത്തൊരു പിശുക്ക്. പിശുക്ക് നിന്റെ അപ്പച്ചനോടൊരു കാര്യം എനിക്ക് പറയാം. എന്തുവാടാ? രാത്രി കള്ളം കുടിച്ച് പൂരപ്പാട്ടും പാടി വന്നേക്കരുത്. പറഞ്ഞേക്കാം. പേടിപ്പിക്കല്ലേ? നിന്റെ ഈ നെഞ്ചത്തും കയ്യിലുമുള്ള മസിൽ ഉരുട്ടി അപ്പച്ചനെ പേടിപ്പിക്കല്ലേ? അപ്പനെങ്ങനെ കുടിക്കണമെങ്കിലേ ഇവിടെ വാങ്ങിച്ചു കുടിച്ചു. ഓഹോ അങ്ങനെ. എടാ അപ്പച്ചന് കഴിക്കണമെങ്കിൽ നിന്റെ ഒന്നും ഓശാരം വേണ്ട. അപ്പച്ചൻ കുടിക്കും, പാട്ട് പാടും, ചിലപ്പോ പെടുക്കും, വേണമെങ്കിൽ അതിന്റെ പുറത്ത് കിടന്ന് ഉറങ്ങിയെന്നും വരും. അതൊക്കെ എന്റെ ഇഷ്ടം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ആളുകൾ ഓരോന്ന് പറയുന്ന കേൾക്കുമ്പോ ഞങ്ങൾക്ക് അതിന്റെ നാണക്കേട്. വാസ്തവം ഉള്ളതാ പിള്ളേര് പറയുന്നത്. മനുഷ്യന്റെ വെട്ടത്തിറങ്ങി നടക്കുന്ന അവരല്ലോ, അവർക്കാ അതിന്റെ കുറച്ചില്. അടിച്ചേറ്റക്കാലത്ത് അടുക്കള ഇരുന്നാ മതി, ഉമ്മറത്തേക്ക് ഇറങ്ങി കറിയിൽ എണ്ണ കാച്ചണ്ട.
പാറെ പാപ്പൂനെ ഗുണദോഷിക്കാൻ ഒരു കോശാലകളും വരണ്ട. നിങ്ങളുടെ അപ്പാപ്പന്റെ സ്വഭാവം തന്നെ അങ്ങേർക്കും കിട്ടിയിരിക്കുന്നത്. ചത്ത് സെമിത്തേരിലേക്ക് എടുത്താലും ആ പരട്ട സ്വഭാവം മാറുകയില്ല. ഫു, പന്നി. ഹായ്. മത്സ്യമാംസാദികൾ കഴിക്കുന്ന ഒരു നസ്രാണി പെണ്ണ് പ്യുവർ വെജിറ്റേറിയനായ ഒരു തമ്പുരാൻകുട്ടിയെ പ്രേമിക്കുന്നു എന്ന് എന്റെ കോലോത്തിലെങ്ങാനും അറിഞ്ഞ ശിവ ശിവ. ധൈര്യമില്ലാഞ്ഞിട്ടല്ല, എന്നാലും ഒരു പേടിയല്ലേ. എന്റെ അപ്പച്ചനെങ്ങാനും അറിഞ്ഞാലുള്ള സ്ഥിതി ആലോചിക്കുമ്പോ ഈശോയെ ഇപ്പോഴേ എന്റെ കൈയും കാലും വിറയ്ക്കുവാ. എങ്കിൽ ഇപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാം. അയ്യപ്പൻ ചേട്ടാ, അയ്യപ്പൻ ചേട്ടന്റെ 2 ആൺമക്കൾ മെയിൻ ഷാപ്പിൽ വിൽപ്പനക്കാരായിട്ടുള്ളപ്പോ എന്തിനാ ചേട്ടാ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കുടിക്കണേ? എടാ മൈ ഡിയർ ഷാജി, വേ എന്റെ മക്കൾ നിൽക്കുന്ന ആ ഷാപ്പും ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഈ ഷാപ്പും ചാക്കപ്പം മുതലാളി തന്നെ അല്ലേ? മക്കൾ അവിടെ നിന്ന് ഒഴിക്കുന്നു, അച്ഛൻ ഇവിടെ ഇരുന്ന് കുടിക്കുന്നു. അത് കൊള്ളാം. വാ വാ പാപ്പു മൂത്തനാര് വാ. നമസ്കാരം. ഇരിക്കടാ. മാറുന്നേ, എന്തോ എന്റെ പദവി എടുത്തേക്കടാ. ഇരിക്കയ്യപ്പ. ഓ ശരിയാണ്, കള്ളിന്റെ മുമ്പിൽ മനുഷ്യരെല്ലാരും ഒന്നുപോലെയാണ്. കള്ളിന്റെ മുമ്പിൽ നമ്മളൊന്നു പോ. എടാ ഷാജിയെ, ഓ നീ കള്ളുകുടിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് എന്റെ മൂത്താനാരെ, ഇവനൊക്കെ ജനിച്ചത് തന്നെ കുടിക്കാൻ വേണ്ടി മാത്രമല്ലേ? മുടിയാനായ കുടിയാൻ. എടാ അയ്യപ്പ, ഓ കുരിശുപള്ളിക്കവലയിലെ ഷാപ്പ് പൊളിപ്പിച്ചതിന് ചാക്കപ്പൻ എന്നോട് ഇത്തിരി ചൊറിച്ചിലുണ്ടല്ലേ ഇവിടെ? കാര്യം മാമ്പള്ളി ചാക്കപ്പൻ ഞങ്ങളുടെ മുതലാളിയായിരിക്കും. പക്ഷേ പാപ്പ മൂത്തനാരോടാ എനിക്കുള്ള അടുപ്പം. ഇപ്പോഴത്തെ ചാക്കപ്പൻ മുതലാളി വെറും കാലി ചാക്കപ്പനായി തെണ്ടിപ്പിറക്കി കുത്തുവാളയെടുത്ത് വരുന്നതിന് മുമ്പേ ഈ പാപ്പ മൂത്തനാര് തന്നെയാ ഈ കരയിൽ മുതലാളി. ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഒരുവൻ സമ്പന്നനാകുമ്പോഴും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട. അവൻ മരിക്കുമ്പോഴൊന്നും കൂടെ കൊണ്ടുപോകുന്നില്ല. ഇത് നിങ്ങളുടെ അപ്പനെ പറഞ്ഞ് മനസ്സിലാക്കിയാ കൊള്ളാം. അത് എന്റെ വിചാരം ചത്തു കഴിയുമ്പോ ഇതെല്ലാം കൂടെ കെട്ടിപ്പറക്കി കൂടെ കൊണ്ടുപോകാമെന്ന.